ഇന്നത്തെ ആദ്യത്തെ സെൻറ്റൻസാണ് ആരും നിന്നെ തടയില്ല. നോ വൺ വിൽ സ്റ്റോപ്പ് യു. അതായത് ചിലർക്ക് നമ്മളൊരു അഡ്വൈസൊക്കെ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനൊക്കെ പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിന്നെ ആർക്കും തടയാൻ പറ്റില്ല, അല്ലെങ്കിൽ നിന്നെ ആരും തടയില്ല, നിനക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ. അതിനാണ് നോ വൺ വിൽ സ്റ്റോപ്പ് യു. പട്ടിയെ സൂക്ഷിക്കണം. ചില വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും ബിവെയർ ഓഫ് ഡോഗ്സ്. അവൻ അടിപൊളി സെറ്റപ്പിലാണ്. ഹി ഹാസ് ആൻ എക്സലൻറ്റ് സെറ്റപ്പ്. അതായത് നമ്മളൊരാളോട് സംസാരിക്കുമ്പം അവിടെ പ്രസൻ്റ് അല്ലാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ എന്തു പറയും? അവൻ അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് ഹി ഹാസ് ആൻ എക്സലൻറ്റ് സെറ്റപ്പ്. പിന്നെ ചിലരോട് നമ്മൾ ചില അഡ്വൈസുകൾ കൊടുക്കാറുണ്ട്. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. അതിന് പറയുന്നതാണ് ഡോണ്ട് ബിലീവ് എനി വൺ ബ്ലൈൻഡ്ലി. നീ വരാത്തത് കഷ്ടമായിപ്പോയി. നമ്മളൊരു ഫംഗ്ഷന് പോയില്ല, പിന്നീട് നമ്മൾ അയാളെ കാണുന്ന സമയത്ത് അയാൾ പറയുകയാണ് ഇറ്റ്സ് എ പിറ്റി യു ഡിഡിൻ കം. അന്ന് നീ അത് വരാത്തത് ഭയങ്കര കഷ്ടമായിപ്പോയി, നിനക്ക് മിസ്സായിപ്പോയി എന്നൊക്കെ പറയുന്നതിനാണ് ഇറ്റ്സ് എ പിറ്റി യു ഡിഡിൻ കം. നീ അവിടെ അടിക്കടി പോകാറുണ്ടോ? ഒരു സ്ഥലത്ത് നമ്മളോടൊരാൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരാളോട് ചോദിക്കണം നീ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ടോ? ദൈവത്തെ മുൻനിർത്തി ഞാൻ പറയുകയാണ് നീ നന്നാവില്ല. ചിലരോടൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. അപ്പോൺ ഗോഡ് ഐ ടെൽ യു യു വോണ്ട് ചേഞ്ച്. അതായത് നീ നന്നാവുകയില്ല, നീ ജന്മത്ത് നന്നാവില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ഇങ്ങനെ പറയുന്നത്. അവനൊരു ധാരാളിയാണ്. ഹീസ് എ സ്പെൻ ത്രിഫ്റ്റ്. അധികമായിട്ട് പൈസ യൂസ് ചെയ്യുന്ന ആളുകളെ ഒക്കെ നമ്മൾ പറയില്ലേ, അവൻ്റെ കയ്യിൽ പൈസ ഇരിക്കില്ല, അവനൊരു ധാരാളിയാണ്, എല്ലാം സ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറയുന്നതിനാണ് ഹീസ് എ സ്പെൻ ത്രിഫ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഞങ്ങൾ ബന്ധുക്കളാണ്. അതായത് മറ്റൊരാളെ കാണിച്ച് നമ്മൾ പറയുകയാണ് ഞങ്ങൾ ബന്ധുക്കളാണ്. അതിനാണ് വി ആർ റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. അവനുമായുള്ള നിൻ്റെ ഇരിപ്പുവശം അല്ലെങ്കിൽ ബന്ധം എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ, അതിനാണ് ഹൗ ഈസ് യുവർ ഡീലിങ്സ് ഓർ റിലേഷൻ വിത്ത് ഹിം. അവൻ നല്ല ഉറക്കത്തിലാണ് എന്നൊക്കെ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ ചിലപ്പം കാണുമ്പം അവരുടെ അമ്മയൊക്കെ നമ്മളോട് ഇങ്ങനെ പറയില്ലേ, ഹീസ് ഇൻ സൗണ്ട് സ്ലീപ്പ്. അവൻ നല്ല ഉറക്കത്തിലാണ്. അല്ലെങ്കിൽ ഫോണൊക്കെ വരുന്ന സമയത്ത് നമ്മളങ്ങനെ പറയാറുണ്ട്, അവനത് കേട്ടില്ല, അവൻ നല്ല ഉറക്കത്തിലാണ്, ഹീസ് ഇൻ സൗണ്ട് സ്ലീപ്പ്. എനിക്ക് വേറെ ജോലിയുണ്ട്. ഐ ഹാവ് അതർ ബിസിനസ് ടു ഡു. എനിക്കിതിനൊന്നും സമയമില്ല, എനിക്ക് വേറെ ജോലിയുണ്ടെന്നൊക്കെ നമ്മൾ സാധാരണയായി പറയാറില്ലേ, അതിനാണ് പറയുന്നത് ഐ ഹാവ് അതർ ബിസിനസ് ടു ഡു. താങ്ക് യു.